അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇപ്പോൾ നമുക്ക് നാലാമത്തെ ചാപ്റ്ററാണ് പറയാനുള്ളത്. നാലാമത്തെ ചാപ്റ്ററാണ് പെർസെപ്ഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ഓർഗനൈസേഷൻ. അത് ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കൽ, അല്ലെങ്കിൽ പെർസെപ്ഷൻ പറഞ്ഞാൽ എന്ത്. അപ്പോൾ പെർസെപ്ഷൻ പറഞ്ഞാൽ എന്താ എന്ന് നമുക്ക് നോക്കുമ്പോൾ, പെർസെപ്ഷൻ മീൻസ് ഹൗ വി സീ ആൻഡ് അണ്ടർസ്റ്റാൻഡ് തിങ്സ്. എങ്ങനെയാണ് ഒരു വസ്തു അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ കാണൽ, ഇതാണ് പെർസെപ്ഷൻ. അപ്പോൾ പെർസെപ്ഷൻ നമുക്ക് ഒരാളുടെ ഒരു റിയൽ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ പെർസെപ്ഷൻ നമുക്ക് മെയിൻ പറയാനുള്ളത്, പീപ്പിൾ ആർ തിങ്ക് വാട്ട് ദി തിങ്ക് ഈസ് റിയൽ. അതായത് ഞാനെന്താണ് ആലോചിക്കുന്നത് അതാണ് റിയൽ എന്ന് വാദിക്കലാണ് പെർസെപ്ഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു മാനേജർ ഒരാളോട് നല്ല സ്ട്രെസ്സായിട്ട് അല്ലെങ്കിൽ നല്ല സ്ട്രിക്റ്റായിട്ട് പെരുമാറുമ്പോൾ ഞാൻ പറയും, അതായത് മാനേജർ നല്ല സ്ട്രിക്റ്റ് ആണെന്ന്, അല്ലെങ്കിൽ ബോസ് നല്ല സ്ട്രിക്റ്റ് ആണെന്ന്. അല്ലെങ്കിൽ വേറെ ഒരാളോട് മാനേജർ കോമൺ ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അപ്പോൾ ഓൻ പറയും ഇത് മാനേജർ സിമ്പിളാണ് അല്ലെങ്കിൽ നോർമലാണ്. ഇതാണ് പെർസെപ്ഷൻ, ഇതും പെർസെപ്ഷനാണ്. പെർസെപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ, അതായത് പെർസെപ്ഷൻ ഏതെല്ലാം അവസ്ഥയിൽ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരാളുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവൻ്റെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവൻ്റെ മൂഡ് അനുസരിച്ച് നമുക്ക് പെർസെപ്ഷൻ നോക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് കൊണ്ടിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ നോക്കിയിട്ട് നമുക്ക് അവൻ്റെ പെർസെപ്ഷൻ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ രണ്ടാമത്തെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അട്രിബ്യൂഷൻ. അട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ വൈ വി ജഡ്ജ് പീപ്പിൾ. എന്തിനാണ് നമ്മൾ ആളുകൾ അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ എംപ്ലോയീസിനെ ജഡ്ജ് ചെയ്യാൻ, ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് 3 ടൈപ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് അട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സിമ്പിൾ ഇംഗ്ലീഷ് നമുക്ക് പറയാൻ സാധിക്കുന്നത്, വെൻ സമ്മൺ ഡു സംതിങ് വി ആസ്ക് വൈ ഡിഡ് ദേ ഡു ദിസ്. അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നു, അപ്പോൾ നമ്മൾ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് എന്ന് ജഡ്ജ് ചെയ്യുക, ഇതാണ് അട്രിബ്യൂഷൻ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ അട്രിബ്യൂഷനിൽ 2 ടൈപ്സ് ഉണ്ട്. ഇൻറ്റർണൽ അട്രിബ്യൂഷൻ. ഇൻറ്റർണൽ അട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ നമുക്ക് ബ്ലെയിം ചെയ്യൽ, അതായത് ഓ നല്ല ലേസിയാണ്, ഇങ്ങനെ പറയാനാണ് ഇൻറ്റർണൽ അട്രിബ്യൂഷൻ. എക്സ്റ്റേണൽ അട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷനെ ബ്ലെയിം ചെയ്യലാണ് എക്സ്റ്റേണൽ അട്രിബ്യൂഷൻ. അതായത് കുറേ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ കുറേ നേരവും സംസാരിക്കും, ഇങ്ങനെയുള്ള പറയലാണ് നമുക്ക് ഇൻറ്റേർണലും എക്സ്റ്റേണൽ അട്രിബ്യൂഷൻ നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന് പിന്നെ പറയാനുള്ളത് തിങ്കിങ് ഷോർട്ട് കട്ട്സ്. അതായത് നമ്മൾ അത് നമ്മളെ ബ്രെയിൻ എന്താക്കും, ഷോർട്ട് കട്ട്, അതായത് ചെറിയൊരു സംഭവം ഷോർട്ട് കട്ട് യൂസ് ചെയ്യും, കുറേ വേഗത്തിൽ, അതായത് സ്പീഡായിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് കുറേ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യും. ഇതാണ് ഒരാളെ തെറ്റിലേക്ക് നയിക്കുന്നത്, അതായത് ഈ ഷോർട്ട് കട്ടാണ്. ഇത് നമുക്ക് പറയാനുള്ളത് സെലക്റ്റീവ് പെർസെപ്ഷൻ. അതായത് നമ്മൾ എന്താണ് നോക്കിയത് അത് നമ്മൾ ലൈക്ക് ചെയ്യൽ, ഇതാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ. പിന്നെ ഹാലോ എഫക്റ്റ്. വൺ ഗുഡ് ട്രൈറ്റ് മേക്ക് അസ് തിങ്ക് എവറിത്തിങ് ഈസ് ഗുഡ്. അതായത് എന്തെങ്കിലും ഒരു സംഭവം നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയും മൊത്തം സംഭവം നല്ലതാണ്. പിന്നെ സ്റ്റെറോ ടൈപ്പിംഗ്, പിന്നെ കോൺട്രാസ്റ്റ് എഫക്റ്റ്. ഇതാണ് നമുക്ക് ഈ തിങ്കിങ് ഷോർട്ട് കട്ടിൽ പറയാനുള്ളത്. ഇതെങ്ങനെയാണ് ഈ മിസ്റ്റേക്സ് നമുക്ക് ഹയറിങ് അല്ലെങ്കിൽ പ്രൊമോഷൻ, പിന്നെ ടീം വർക്കിൽ ഇത് നമുക്ക് എഫക്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ചാപ്റ്ററിൻ്റെ വേറൊരു ഭാഗമാണ്, അതായത് ഡിസിഷൻ മേക്കിംഗ് അറ്റ് വർക്ക്. അതായത് ഒരു ജോലിയിൽ എങ്ങനെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കൽ, ഇതാണ് പറയാനുള്ളത്. അതായത് ഓപ്ഷൻ ചൂസ് ചെയ്യലാണ് ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏതാണ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക, അതാണ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഈ ഡിസിഷൻ മേക്കിങ്ങിൽ 3 മെയിൻ വേസ് ഉണ്ട്, അതായത് 3 വേസ് ഉണ്ടാവും. ഒന്നാമത്തേതാണ് റാഷണൽ ഡിസിഷന്, പിന്നെ രണ്ടാമത്തേത് ബൗണ്ടഡ് റാഷണാലിറ്റി, പിന്നെ മൂന്നാമത്തേതാണ് ഇൻറ്റ്യൂഷൻ.
ഇൻറ്റ്യൂഷനിൽ പറഞ്ഞ് നല്ലൊരു ഗട്ട് ഫീലിംഗ് അല്ലെങ്കിൽ ഗട്ട് ഫീലിംഗ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്, ഇതാണ് ഇൻറ്റ്യൂഷൻ. അപ്പോൾ അഞ്ചാമത്തത് പറയാനുള്ളത് കോമൺ ഡിസിഷൻ എറേഴ്സ്. എന്താണ് കോമൺ ആയിട്ട് ഒരു ഡിസിഷൻ, എന്താണ് എറേഴ്സ് പറയൽ, ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഓവർ കോൺഫിഡൻസ്, പിന്നെ ആങ്കറിങ്, പിന്നെ കോൺഫർമേഷൻ ബയസ്, ഇതാണ് പറയാനുള്ളത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.